ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് മണി പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഇല പിടിക്കാതെ നീളത്തിൽ ഇങ്ങനെ വേര് മാത്രം പിടിച്ചിങ്ങനെ കയറി കയറി പോവുകയാണ്. ഇല അങ്ങനെ ഒരുപാട് ഇലയില്ല കേട്ടോ, ഒരു 5 6 ഇല അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയത് ഇതിലുണ്ടല്ലോ നല്ല നീളമുണ്ട്, പക്ഷെ ആകെ 5 ഇലയേ ഉള്ളൂ കേട്ടോ അതിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് വേറൊരു രൂപത്തിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഇല പിടിക്കുമോ നോക്കാമെന്ന്. അങ്ങനെ ഞാൻ ഒരു കമ്പി വളച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കട്ടിയുള്ളൊരു ത്രെഡും എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് നല്ല കട്ടിയുള്ള ത്രെഡ്. എന്നിട്ട് ഈ ത്രെഡിന് ഞാൻ ഈ കമ്പിയിലേക്കൊന്ന് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ കമ്പിയുടെ മേളിൽ ഇനി ത്രെഡിനെ വെച്ചിട്ട് അതിന് മുകൾ വശത്തായിട്ടൊരു കെട്ടിട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് ഈ കമ്പിയിലേക്ക് ഈ ത്രെഡിനെ ഒന്ന് ചുറ്റി ചുറ്റി എടുക്കുകയാണ്. ആദ്യം മുകളിൽ കൊടുക്കുന്ന കെട്ട് നല്ല അത്യാവശ്യം മുറുകിയിരിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഊരിപ്പോകും കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് മുറുക്കി തന്നെയാണ് കെട്ടി കൊടുത്തേക്കണത്. എന്നിട്ട് നമ്മളിങ്ങനെ ത്രെഡ് ചുറ്റുമ്പോഴും നല്ല ടൈറ്റാക്കിയാണ് ഞാൻ ചുറ്റിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ത്രെഡ് വേണമെന്നില്ല, ഞാൻ പിന്നെ എൻ്റെ ഈ ത്രെഡ് ഉള്ളത് കാരണം ഒരു ഭംഗിക്ക് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള എന്ത് നൂലും ചുറ്റി കൊടുക്കാം കേട്ടോ, നല്ലൊരു ഭംഗിക്ക് ആ കമ്പി കാണാത്ത രീതിയിലൊരു ഭംഗിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ചുറ്റി കൊടുക്കുന്നതേ ഉള്ളൂ. എന്ത് നൂലായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ കമ്പിയുടെ ഏകദേശം താഴെ വരെ ചുറ്റിയെടുത്തിട്ട് നമ്മൾ കമ്പിയുടെ ആ താഴെ നീളത്തിലാണ് ഇട്ടേക്കുന്നത്, മുകൾ ഭാഗത്തേക്കാണ് വളച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ വളച്ച് വെച്ചിരിക്കുന്ന അവിടെ വരെയാണ് ഞാൻ ചുറ്റിയെടുത്തേക്കണത്. എന്നിട്ട് ആ കമ്പിയുടെ മുകളിൽ നമ്മൾ കെട്ടിട്ട പോലെ തന്നെ കമ്പിയുടെ താഴ്വശത്ത് ഞാൻ ഇതുപോലെ നല്ല മുറുക്കിയൊരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു നൂലാണ് കേട്ടോ, നമ്മൾ സാധാരണ തയ്ക്കാൻ എടുക്കുന്ന മോഡലൊരു നൂലാണ് വേണ്ടത്. എന്നിട്ട് ആ നൂലിനെ ഞാനൊരു മൂന്ന് മടക്കായിട്ട് ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം കട്ടിക്ക്. എന്നിട്ട് നമ്മൾ ആ മുറിച്ചെടുത്ത മണി പ്ലാന്റിൻ്റെ ചെടീനെ നമുക്ക് ഈ കമ്പിയിലേക്ക് ഒന്ന് കെട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ അടിഭാഗത്തു നിന്നാണ് തുടങ്ങിയത്. അടിഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് ഫസ്റ്റ് നല്ല രീതിക്ക് ഒരു കെട്ടിട്ട് കൊടുക്കും. പക്ഷേ തണ്ട് നല്ലതായിട്ട് മുറുകിയിരിക്കുന്ന രീതിയിലല്ല കേട്ടോ, തണ്ട് കുറച്ച് അയഞ്ഞിരിക്കുന്ന രീതിയിലാണ്. അപ്പോൾ വളർച്ചയ്ക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്ന് വിചാരിച്ച് ഞാൻ തണ്ടിൻ്റെ അവിടെ കുറച്ച് ലൂസാക്കിയിട്ട് അത്യാവശ്യം അഴിഞ്ഞു പോവാത്ത രീതിയിൽ ഒരു കെട്ടിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. എന്നിട്ട് ബാക്കി നൂല് വെച്ചിട്ട് നമ്മളിങ്ങനെ ആ കമ്പിയുടെ ഷേപ്പിൽ ആ ചെടീനെ പിടിച്ച് മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കമ്പിയെ ചേർത്ത് പ്ലാന്റ് കെട്ടുമ്പോഴും ഈ തണ്ടയിൽ ഇങ്ങനെ ഒരുപാട് ടൈറ്റ് ആവുന്ന രീതിയിലല്ല കേട്ടോ കെട്ടുന്നത്, അത്യാവശ്യം ലൂസായിട്ട് തന്നെ അതിൻ്റെ ഗ്രോത്തിനൊരു പ്രശ്നം വരാത്ത രീതിയിലാണ് കെട്ടുന്നത്. ഇനിയിപ്പോൾ തണ്ട് ടൈറ്റായി പോയി കഴിഞ്ഞാൽ അത് ഗ്രോത്തിന് എന്തെങ്കിലും പറ്റിയാലോ എന്നോർത്ത് അങ്ങനെ ടൈറ്റായിട്ട് കെട്ടുന്നില്ല, ലൂസായിട്ടാണ് കെട്ടിവിടുന്നത്. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി അതിന് പുതിയതായിട്ട് മുള പൊട്ടിയാലോ അങ്ങനെയൊക്കെ വന്നാലും നമുക്ക് കമ്പിയെ കൂടെ തന്നെ ചുറ്റി ഞാൻ കൊടുക്കാവേ. പിന്നെ നമ്മൾ ഈ ഒരു കുപ്പിക്കകത്തേക്കാണ് ഇത് ഇറക്കി വെക്കാൻ പോണത്. ഇതിൻ്റെ ചോട്ടിൽ വേരുള്ളത് കാരണം ഞാൻ വേര് പൊട്ടാത്ത രീതിയിൽ പയ്യാണ് താഴേക്ക് വെച്ച് കൊടുക്കുന്നത്. കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതിങ്ങനെ വേര് പിടിച്ചിങ്ങനെ ചുമ്മാ നീണ്ടു പോവുക, അത് ഇനി ഇലകൾ വന്ന് ഭംഗിക്ക് നിൽക്കുമോ എന്ന്. അപ്പോൾ റിസൾട്ട് അടുത്ത വീഡിയോ കാണിച്ചു തരാം കേട്ടോ.